നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വരവ് കലാസന്ധ്യ 2024 അജ്മാൻ കൾച്ചറൽ സെൻറ്റർ വെച്ചാണ് ഇത് ആരംഭിക്കുന്നത്. ആ നിൽക്കുന്ന ഷീബ രാജേഷാണ്, കലാമണ്ഡലം ഷീബ രാജേഷ്. പുള്ളിക്കാരിയുടെ അച്ഛനും ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, നല്ല അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇവർ 3 പെമ്മക്കളാണ്. 3 പേരും ഓരോ സ്ഥലങ്ങളിൽ പ്രോഗ്രാം നടത്തുന്നു. ഒരാൾ മദ്രാസ്, ഒരാൾ സൗത്ത് ആഫ്രിക്ക, ഒരാൾ ഷാർജ, അജ്മാൻ. ഇങ്ങനെ 3 പ്രോഗ്രാമുകളുണ്ട്. നല്ലപോലെ കുട്ടികളുമുണ്ട്. നല്ല പ്രോഗ്രാമാണ്. 60 വയസ്സുള്ള ആൾക്കാരെ പോലും അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. എന്നാൽ അടുത്തതെന്ന് പറഞ്ഞാൽ രംഗപൂജയാണ്, സഭാബന്ധനം എന്ന് പറയും. അതാണ് നടക്കട്ടെ. കണ്ടോളൂ. ഗജാനനം അനേകതം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ जय स्वामी जय 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 चिंतती परम प्रचंडा जय जय गज जय 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 चिंतती प्रचंडा जय जय गज जय जय स्वामी जय जय गुरु ब्रह्मा विष्णु गुरुदेव महेश्वर गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः तस्मै श्री गुरवे
चलिए गुंजन हम मिल श्याम हरि चलिए गुंजन हम मिल श्याम हरि हरि चलिए എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനോടൊന്ന് കടപിടിക്കുന്നതായിരുന്നു. എല്ലാം നല്ല പ്രോഗ്രാമാണ്. ഇവിടെ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ കമൻറ്റ് ചെയ്യുക, നമ്പർ തരുന്നതായിരിക്കും. നിങ്ങൾ പോയി തീർച്ചയായും ഇവിടെ പോയി പഠിക്കുക. കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നതാണ്. ഒരുപാട് താങ്ക്സ് ഷീബ രാജേഷിനും ഒക്കെ ഇത്രയും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീനായിരുന്നു. അവിടുത്തെ അന്തരീക്ഷം അതുപോലെയായിരുന്നു. ആ തിയേറ്റർ മാതിരിയുള്ള ഒരു ഓഡിറ്റോറിയം ആയിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ഒന്നിനൊന്ന് എടുത്തു പറയാൻ പറ്റുന്ന പ്രോഗ്രാമിന് എല്ലാം എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി അടുത്ത ചെണ്ടമേളം നല്ല അടിപൊളിയായിരുന്നു. ബാൻഡ് അതും നല്ല അടിപൊളിയായിരുന്നു. അവിടുത്തെ അവതാരകൻ അതും ഒന്നും പറയേണ്ടതില്ല. എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് കൂടിയാണ് അവർ ആ പ്രോഗ്രാം അവിടെ നടത്തിയത്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഷാർജ മലയാളി സമാജത്തിലെ അംഗങ്ങളും ഉണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ശ്രീലത രാജൻ. ഓഹോ, ഇതാണ് ആ കുട്ടി. ഇതാണ് ആ കുട്ടി കേട്ടോ, മറ്റേ 6 വയസ്സുള്ള 60 വയസ്സുകാരി. 59 ടു ബി സ്പെസിഫിക്. വലിയൊരു കൈയടി. കാരണം എന്താ വെച്ചാൽ അല്ലെ, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ ഒന്നിനും സാധ്യമല്ല എന്നതാണ്. നമുക്കാർക്കും സമയമില്ല എന്നതും നമ്മുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ എന്തിനും ഏതിനും സമയമുണ്ട്. പ്രായം ഒരു പ്രശ്നമല്ല എന്നതാണ് ശ്രീലത ചേച്ചി